ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവിടെ എത്തി അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ പോലീസ് ടീം ഉണ്ടല്ലോ, നീ അവരുടെ ഫോട്ടോ എടുത്ത് മേനോ സാറിന് അയച്ചു കൊടുക്കണം. അവരെന്നെ കാണില്ലേ? അവരുടെ കണ്ണിപ്പെടാൻ നോക്കേണ്ടത് നിന്റെ മിടുക്കാണ്. ഡു യുവർ ഡ്യൂട്ടി. എക്സ്ക്യൂസ് മീ, ഞങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ഇവിടെ ഉണ്ടായ മരണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. മനസ്സിലായി സർ. IG ഓഫീസിൽ നിന്ന് കോള് വന്നിരുന്നു. ഓക്കെ, ഇവിടുത്തെ ഡോക്ടേഴ്സിനെയും അഡ്മിനിസ്ട്രേറ്റീവ് ടീമിനെയും ഒന്ന് കാണണം. എങ്ങനെയാണെങ്കിലും ഇവിടുത്തെ ഹോസ്പിറ്റൽ ഫോർമാലിറ്റീസ് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. മരിച്ച പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സും വേണം. ഓക്കെ സർ, ഒരു മിനിറ്റ്. ഇങ്ങ് വന്നേ. എന്തായി? ഇപ്പൊ അകത്തേക്ക് പോകണ്ട. അവിടെ പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തിയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? ഇല്ല, ഇതുവരെ ഇല്ല. ബട്ട് കിട്ടിയേക്കും. മുന്നിൽ ചെന്ന് ചാടിക്കൊടുത്ത് സംശയത്തിന് ഇടവരുത്തണ്ട. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, എന്നാ ചെല്ല്. ഇവർക്കെല്ലാവർക്കും ട്രിപ്പ് ഇട്ടിരുന്നോ? ഇട്ടിരുന്നു സർ. എനിക്കതെല്ലാം ഒന്ന് കാണണം. ഓക്കെ സർ, ഇപ്പൊ കൊണ്ടുവരാം. ശരി. ഇതൊന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ സർ. ശരി.
ഹലോ. നീ ഹോസ്പിറ്റലിൽ എത്തിയോ? എത്തി. അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിങ്ങ് പോകുന്നു. എത്രയും പെട്ടെന്ന് തിരികെ അവിടെ എത്തണം. വാട്ട്? അവിടെ എത്തി അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ പോലീസ് ടീം ഉണ്ടല്ലോ, നീ അവരുടെ ഫോട്ടോ എടുത്ത് മേനോ സാറിന് അയച്ചു കൊടുക്കണം. അവരെന്നെ കാണില്ലേ? അവരുടെ കണ്ണിപ്പെടാൻ നോക്കേണ്ടത് നിന്റെ മിടുക്കാണ്. ഡു യുവർ ഡ്യൂട്ടി. പൃഥ്വി ഇത് എവിടെ പോയി? ഒരിടത്തും കാണുന്നില്ലല്ലോ. ഇതെന്താ കോൾ എടുക്കാത്തെ? അഞ്ജു, നീ പൃഥ്വിയെ കണ്ടോ? ഇല്ല. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? പൃഥ്വി എവിടെ? ആർക്കറിയാം, ഞാൻ എല്ലായിടവും നോക്കി, ഇവിടെ എങ്ങും കാണുന്നില്ല. എന്നാ പിന്നെ വിളിച്ചു നോക്കാൻ പാടില്ലേ? വിളിച്ചിട്ട് എടുക്കണ്ടേ? ഈ പൃഥ്വി എന്താ ഇങ്ങനെ? നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ വാ, പൂർണിമ ചേച്ചിയുടെ അടുത്ത് പോവാ. വാ. ചേച്ചി, പൃഥ്വി എവിടെ? പൃഥ്വിയോ? അവനവിടെ ഇല്ലേ? ഇവിടെയെങ്ങും കാണുന്നില്ല. പക്ഷെ ടെൻഷൻ ആവാതെ, അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. ഇല്ല, ഞാൻ ഇവിടെ എല്ലായിടത്തും നോക്കിയതാ. എവിടെയെങ്കിലും പോകുമ്പോ പൃഥ്വിക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? വെറുതെ എന്തിനാ അഷിയെ ടെൻഷനാക്കുന്നത്? ഇതിലിപ്പോ ടെൻഷൻ ആവാൻ എന്താ ഉള്ളത്? അവൻ വല്ല ഫോൺ ചെയ്യാനും പോയതായിരിക്കും. അതെ, ഇങ്ങോട്ട് വന്നപ്പോ പൃഥ്വിക്ക് കുറെ കോളുകൾ വന്നതാ. അത് പലതും തിരിച്ചു വിളിക്കാൻ പോയതാവും. വിഷമിക്കണ്ട മോളെ, അവൻ ഇപ്പൊ തന്നെ വരും. എന്നോട് പറയാതെ അവൻ ഒരിടത്തും പോകത്തില്ല. ഇവിടെ നടന്ന മരണങ്ങൾ സ്വാഭാവികമായി നടന്നതല്ല എന്ന സംശയം സത്യമാണ്. എല്ലാവരെയും കൃത്യമായ പ്ലാനിങ്ങോടെ കൊന്നതാണ്. ഈ സ്പെഷ്യൽ പോലീസ് ടീം ഇവിടെ വന്നിട്ടുണ്ടോ? അതെ, വന്നിട്ടുണ്ട് സർ. അവർ സെക്കൻഡ് ഫ്ലോറിലായിരിക്കും. താങ്ക് യു. ശരി സർ. മരിച്ചവരുടെ ബോഡിയിൽ നീഡിൽ മാർക്ക് കണ്ട് ഞാൻ നഴ്സിനോട് ചോദിച്ചപ്പോ എല്ലാവർക്കും ഡ്രിപ്പ് ഇട്ടിരുന്നു എന്ന് പറഞ്ഞു.